ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോലെയാണ്. അപ്പോൾ ആദ്യം ചെമ്പ് കഴുകണം. നീ കഴുകും? ഓടിയണ്ടാ കൊട്ടങ്ങോട്ട് വെച്ച് എന്താ അതെന്താ ഇത് ഫീൽഡ് മാറിയാ കാറ്ററിംഗ് ആയിപ്പാ കണ്ണ് അങ്ങ ഇപ്പുറം ശരി. തക്കാളി അങ്ങനെയല്ല ഇപ്പറല്ലേ ഇത്രയാക്കണോ? ഹലോ പണ്ടായി, എന്ത് ബിരിയാണി ഉണ്ടാക്കണ? നമ്മ ബീഫ് ബിരിയാണി, ദം ബീഫ് ബിരിയാണി കൊച്ചി സ്റ്റൈൽ. തക്കാളി ബീഫിലിടാൻ ഇല്ല നോക്കിക്കോട്ടെ. സുഹേല് സവാള അരിയാ പോലെയാണ്. ഇല്ല ഇന്ന് ഇത് മതി, ഇത് മതി കണ്ടോട്ടാ. അത് രണ്ടാക്കി. ആ മോനെ, നാളെ തന്നെ കൊച്ചിയിലേക്ക് ഇടാം ബിരിയാണി വെക്കാൻ. നല്ല രസമുണ്ട്. ബിരിയാണി കഴിക്കണ പോലെയല്ലേ ഉണ്ടാക്കാൻ, ഇതൊരു പാടാ. ഇതിട്ടിട്ട് സവാള കഴുകി കഴുകി ആണോ? മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി. ഇവിടെ മര കഴിക്കണം. അങ്ങനെ ആട്ടറ കണ്ടില്ലേ കേട്ടാ, ആ മുറിക്കണ സ്ഥലത്ത്. പൊട്ടിച്ചിട്ടുണ്ട്. മതിയാ? മതിയില്ലേ? മസാല, ഗരം മസാല. ബിരിയാണിയുടെ കശുവണ്ടിയത് പ്രൊഫഷണലാണ്ട, യൂട്യൂബ് നോക്കി പഠിച്ചതല്ല. എടുക്കണ്ട് അതെടുത്ത് കണ്ടോ? പിന്നീട് തിളച്ചും കൂടെ കൂടിയ പ്രശ്നം മാറ്റാൻ പറ്റില്ല. എങ്ങോട്ട് പിള്ളേരുണ്ട് അവിടെ മൂത്തവൻ
ചെറുതായി പോയി കൊച്ചി സ്റ്റൈൽ ദം ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബീഫ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റൈസ് അമ്മ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്വന്തം ആശാൻ ഇക്ക. അല്ല, ഇതാണ് മാമയാണ് ഷെഫ്. ബിരിയാണി വരുമ്പോൾ ബാക്കി പറയാം. നിങ്ങൾ ആക്ടറാണോ? അല്ല, കുക്കറാണ്. അങ്ങനെ എടുത്ത് നോക്കാൻ പറയോ? അവിടെ വല്ല മേശ കുഴപ്പമുണ്ടോ? അകത്തേക്ക് ഇട്ടാക്ക. പൈനാപ്പിൾ അരിയേണ്ട സ്റ്റൈലാണ് ബിരിയാണിക്ക്. ബിരിയാണിക്കല്ലേ എന്ത് ഓരോ പീസ് ഓരോ പീസ് ബിരിയാണി തിന്നതിനിട്ട് കൊടുക്കാനാണ്. ബിരിയാണി റിവ്യൂ ചോദിക്കണ്ട് എന്തായാലും. ഹായ് പറയൂ ഐഷ. ദിയ ദൂരെ. ദിയ പറയൂ ഫാൻസിനോട് എന്താ. ഗൈസ്, കച്ചമ്പർ ഉണ്ടാക്കണ റമീത്താത്തയാണ് ഫ്രം ചിറ്റേത്തുകര. അതാണ് സൺസിക കമ്പനിക്ക്. മട്ടൻ പോലെ